സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുംബൈ ഇന്ത്യൻസിനെ അങ്ങ് മലമറിപ്പിക്കുക എന്ന് പറഞ്ഞ് നശിപ്പിച്ച് പണ്ടാരം അടക്കിയത് അവരുടെ സൂപ്പർ സൗത്ത് ആഫ്രിക്കൻ കോച്ചായിട്ടുള്ള മാർക്ക് ബൗച്ചർ ആണെന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു സീസണിൽ മൊത്തം രോഹിത് ശർമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുമാതിരി അണ്ണാക്കി പിരിവെട്ടിയ പോലെ മിണ്ടാതിരിക്കുകയായിരുന്നു അണ്ണ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അവസാനം രോഹിത് ശർമ്മയുടെ ഭാവിയുടെ കാര്യത്തിൽ അങ്ങേര തിരുവായ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ബൗച്ചറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ടു ബി ഓണസ്റ്റ്, there hasn't been many conversation about Rohit Sharma's future at all. പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ ഭാവിയെ സംബന്ധിക്കുന്ന തരത്തിൽ അധികം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ അദ്ദേഹം പറയുകയാണ്, ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ മാസ്റ്റർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. അവന്റെ വിധിയുടെ യജമാനൻ അവൻ തന്നെയാണ്. രോഹിത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് രോഹിത് ശർമ്മ തന്നെയാണ്. ഇറ്റ്സ് എ ബിഗ് ഓപ്ഷൻ നെക്സ്റ്റ് സീസൺ. വരാൻ പോകുന്നത് ഒരു വളരെ വലിയ ലേലമാണ് അടുത്ത സീസണിൽ. ഹൂ നോസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് ആർക്കറിയാം എന്നാണ് മാർക്ക് ബൗച്ചർ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൗച്ചർ എണ്ണം പറഞ്ഞിരിക്കുന്നത്, രോഹിത്തിന്റെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രോഹിത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അധികം ചർച്ചകളൊന്നും നടന്നിട്ടില്ല. രോഹിത് ശർമ്മയുടെ ഭാവി തീരുമാനിക്കേണ്ടതും നിർണയിക്കേണ്ടതും അവൻ തന്നെയാണ്. അവന്റെ ഡെസ്റ്റിനിയുടെ മാസ്റ്റർ അവൻ തന്നെയാണ്. വരാൻ പോകുന്നത് വളരെ വലിയൊരു ഓപ്ഷനാണ് അടുത്ത സീസണിൽ. അവിടെ എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ചൊന്നും ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് ബൗച്ചർ എണ്ണം പറഞ്ഞത്.